ഹായ് ലിസ്ണേഴ്സ്, നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥി ഉണ്ട് കേട്ടോ. സംഗീത സംവിധായകരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്ത പാട്ടുകൾ തലമുറകളോളം പാടി നടക്കണം എന്നതായിരിക്കും അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യവും അത് തന്നെ. ഈ തലമുറയിലെ ഒരു യുവ സംഗീത സംവിധായകനാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. ഹിമമഴ പോലെ അലരു പോലെ സുന്ദരമായ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച ശ്രീ കൈലാസ് മേനൻ. കൈലാസ്, നമസ്കാരം. നമസ്കാരം ബിന്ദു. നമസ്കാരം. പിന്നെ കൈലാസിന്റെ വിശേഷങ്ങൾ അറിയുന്നതിന് മുന്നേ ആ വീട്ടിലെ വേറൊരു താരം ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് എനിക്ക് ആദ്യം അറിയാനുള്ളത്. രുദ്രനുള്ളത് കൊണ്ട് സമയം പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? അതെ അതെ അതെ, ശരിക്കും ഈ പറഞ്ഞ പോലെ കൊറോണ കുറച്ച് ഒരു രീതിയിലെങ്കിലും ഒരു ബെനിഫിറ്റ് ആയിട്ട് മാറിയ ഒരാളാണ് ഞാൻ. കാര്യം ആ പ്രഗ്നൻസിയുടെ സമയത്താണെങ്കിലും ഡെലിവറിയുടെ സമയത്താണെങ്കിലും അത് കഴിഞ്ഞുള്ള ആദ്യത്തെ മാസങ്ങളിലാണെങ്കിലും ഒക്കെ എനിക്ക് ഒരുമിച്ച് കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി, വൈഫിന്റെ കൂടെയും കുഞ്ഞിന്റെ കൂടെ ഒക്കെ. അപ്പം അങ്ങനെ നോക്കുമ്പം അതൊരു വലിയ ഭാഗ്യം. കാരണം തിരക്കുകൾ അത്രയും തിരക്കായിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ മിസ്സായി പോയാണ്. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ഇതുണ്ടായി. അപ്പം കുഞ്ഞിനിപ്പോ 1 വയസ്സ് കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അമ്മ ചോദിക്കുന്ന രുദ്ര അച്ഛൻ എന്താ ഉണ്ടാക്കുന്നേ, പാട്ട് 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 എന്ന് അതെ, പാട്ട് കാണലാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഒരു ഹോബി. അതാണ് പാട്ട് കാണൽ. അപ്പൊ അച്ഛൻ ചെയ്തതില് രുദ്രന്റെ ശ്രദ്ധ പെട്ടെന്ന് കിട്ടാനായിട്ട് കൈലാസ് ഏത് പാട്ടാണ് രുദ്രന് പാടിക്കൊടുക്കാറ്? ഞാൻ ചെയ്തതിൽ ശരിക്കും അലരെ എന്നുള്ള സോങ് ആണ്. കാരണം ഞാൻ വൈഫ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന്റെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അലരെ എന്നുള്ള പാട്ട് കമ്പോസ് ചെയ്യുന്നത്. അപ്പം ഞാനത് കമ്പോസ് ചെയ്ത് ആദ്യം തന്നെ വൈഫിനെ കേൾപ്പിക്കുക ചെയ്തത്. അപ്പൊ മേ ബി അപ്പം മുതലേ അത് കേൾക്കുന്നുണ്ടായിരിക്കാം ചിലപ്പം. കുഞ്ഞുണ്ടായതിനു ശേഷവും ഈ പറഞ്ഞ പോലെ വളരുന്ന സ്റ്റേജിലൊക്കെ ആ പാട്ട് ഇറങ്ങുന്നു, റിലീസാവുന്നു. അപ്പൊ ആ പാട്ടിനോട് പ്രത്യേക താല്പര്യം. അത് കേൾക്കുമ്പോ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇപ്പൊ പിന്നെ അത് പിന്നെ കുറെ കൂടെ മറ്റു പാട്ടുകൾ പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, രണ്ടുപേരും മൂളാം. അലരേ നീ എന്നിലെ ഒളിയായി മാറിയിടുമോ, പിരിയാതെന്നുമേ എൻ ജീവനെ, ഇതളിൽ ഞാൻ ചേരവേ പ്രണയം നീയേകുമോ, ഹൃദയം നീറുമ്പോഴും എന്നെന്നുമേ. അപ്പൊ ഈ അലരെ എന്നുള്ള വാക്ക് ആദ്യം ശബരീഷ് സജസ്റ്റ് ചെയ്തപ്പോ എന്തെങ്കിലും ഒരു ആസ് എ മ്യൂസിക് ഡയറക്ടർ ഒരു സംശയം ഉണ്ടായിരുന്നോ? മലയാളികൾ ഈ വാക്കുകളുമായിട്ട് പെട്ടെന്ന് കണക്ട് ആകുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു തോന്നൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ വാക്ക് വച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം അലരെ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയാമായിരുന്നു. കാര്യം ഞാനത് മുമ്പൊരിക്കൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മധുരക്കിനാവിൽ എന്നുള്ള പാട്ടില് അലരെ തേൻവണ്ട് ഞാൻ എന്നൊരു വരി വരുന്നുണ്ട്. അപ്പം ഇതേ വാക്ക് തന്നെ ഞങ്ങള് ഹിമമഴ എന്നുള്ള പാട്ട് ഞാനും ഹരിനാരായണനും കൂടെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പം ഈ ഹിമമഴയിൽ ഒരു ഹൈപ്പിച്ച് പോകുന്ന ഒരു ഏരിയ ഉണ്ട്. അകമേ വാനവില്ലിനിഴുവർണ്ണമായി എന്നൊരു വരിയുണ്ട്. അപ്പൊ ആ അകമേ എന്നുള്ള നമ്മൾ ഫൈനലൈസ് ചെയ്ത വാക്കിന് പകരം അന്ന് എഴുതി തന്ന ഒരുപാട് ഓപ്ഷൻസിൽ ഒന്ന് അലരേന്നുമായിരുന്നു. അലരേ എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ പുള്ളി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ പെർട്ടിക്കുലർ സോങ്ങിന് അതവിടെ വെക്കണമെന്ന് തോന്നിയിരുന്നില്ല. അതിനുശേഷം ഈ പാട്ട് എഴുതിക്കൊണ്ടിരുന്നപ്പം ആ വാക്കിനെ പറ്റിയൊന്നും സംസാരിച്ചൊന്നുമില്ല. പക്ഷെ ശബരി ആദ്യം തന്ന വാക്ക് തന്നെ അലരെ നീ എന്നില്ലേന്നായിരുന്നു. അപ്പൊ അതെനിക്ക് ഓക്കെ ആയിരുന്നു. അപ്പം ഒരു ചോദ്യം ആൾക്കാർ ചോദിക്കും, എന്താ വാക്കെന്ന് എല്ലാവരും ചോദിക്കും. മലരെ എന്നുള്ള എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അലരെ അധികം കേട്ടിട്ടില്ലാത്ത കാരണം ഒരു ടോക്ക് ആവും എന്ന് അറിയാമായിരുന്നു. പക്ഷെ അത് പാട്ടിന് ഗുണം ചെയ്യുകയുള്ളൂ എന്ന് അറിയാമായിരുന്നു. അതെ അതെ, ആ പാട്ടിന്റെ എനിക്ക് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു പോക്കാണ്, അലരെ എന്നുള്ള ആ ഒരു പോക്കാണ്. ഈ ഇപ്പൊ ഒക്കെ ട്യൂൺ ആദ്യം ചെയ്യുന്നു, അതിനുശേഷമാണല്ലോ വരികളൊക്കെ എഴുതുന്നത്. അപ്പോൾ ലിറിസിസ്റ്റുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനപ്പെട്ടായിരിക്കും അല്ലേ? അതെ അതെ, വളരെയധികം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലിറിക്സ് ഒരു പാട്ടില്. അപ്പം ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്കത് ഭയങ്കര മസ്റ്റുമാണ്, അത് ലിറിക്സ് നന്നായിരിക്കണം എന്നുള്ള ഒരു കാര്യം. അപ്പം ഞാനും ലിറിസിസ്റ്റും കൂടെ ഒരുപാട് സമയം എല്ലാ പാട്ടുകളും ചെയ്യുമ്പോൾ ഒരുപാട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസും സജഷൻസും ഒക്കെ അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. പെട്ടെന്ന് എഴുതി തരുന്ന സംഭവം മീറ്ററിൽ ഫിറ്റ് ആയി എന്ന് പറഞ്ഞ ഉടനെ ഓക്കെ, അങ്ങനെയല്ല. നമ്മൾ എത്ര നന്നാക്കാൻ പറ്റുമോ ഓരോ ഈച്ച് ആൻഡ് എവരി വരികൾ നന്നാക്കാൻ വേണ്ടി. കാരണം അങ്ങനെ നമ്മുടെ സൈഡിൽ നിന്ന് ഒരു പുഷ് ഉണ്ടാകുമ്പോൾ അവർക്കും ഭയങ്കര ത്രില്ലാണ് ശരിക്കും പറഞ്ഞാൽ. ലിറിക്സ് എഴുതുന്നവർക്കും അവരെ കുറച്ചുകൂടെ പുഷ് ചെയ്യുമ്പം അവർക്കും നന്നായിട്ട് എഴുതാനുള്ള അല്ലെങ്കിൽ വീണ്ടും മാറി മാറി ചിന്തിക്കാനും ഒക്കെ ഉള്ള ഒരു ഇതായി മാറും. അങ്ങനെയാണ് പലപ്പോഴും ഇപ്പൊ എല്ലാ പാട്ടും ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ പാട്ടുകളുടെയും വരികള് ഒരുപാട് സമയം ഇങ്ങനെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചും അഭിപ്രായം പറഞ്ഞും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്.
അത് ചിലപ്പോൾ പാട്ട് ഇറങ്ങുന്നതിന് തലേ ദിവസം മുമ്പ് വരെ അത് വീണ്ടും അതിൽ കറക്ഷൻസ് വരുത്തി മാറ്റങ്ങൾ വരുത്തിയൊക്കെ ചെയ്യാറുമുണ്ട്. അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് ലിറിക്സിന് കൊടുക്കാറുണ്ട്. അത് നമ്മൾ പോലും അറിയാതെ വെച്ചാൽ നമുക്ക് പൊതുവേ ഒരു തോന്നൽ ആൾക്കാർക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് നന്നായാൽ പിന്നെ ബാക്കിയൊന്നും നോക്കണ്ട, ലിറിക്സ് പ്രശ്നമല്ല, ലിറിക്സ് അങ്ങനത്തെ ഒരു തോന്നൽ കുറെ പേർക്കെങ്കിലും ഉണ്ടാവും. പക്ഷെ മ്യൂസിക്കിനോടൊപ്പം ലിറിക്സും കൂടെ നന്നാവുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലോട്ട് ആ പാട്ട് ഇറങ്ങിച്ചെല്ലും. അതെ. കാരണം മ്യൂസിക്കലി മാത്രമായിരിക്കില്ല നമ്മൾ അതിനെ ഉൾക്കൊള്ളുക, നമ്മൾ അതിനെ ലിറിക്കലിയും ഉൾക്കൊള്ളാൻ തുടങ്ങും. അപ്പം ആ ലിറിക്സ് ആൾക്കാരിലോട്ട് ജനങ്ങൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ലിറിക്സ് വരുമ്പം അവർക്ക് പിന്നെ ആ പാട്ട് ഇനി ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ 2002 ഒരു കൗമാരക്കാരന് പാട്ടിനോട് ഒരുപാട് സ്നേഹം തോന്നി, സ്നേഹത്തോടെ എന്ന ഒരു മ്യൂസിക് ആൽബം ഒക്കെ ചെയ്തു. അതിനുശേഷം അങ്ങ് തീരുമാനിക്കുകയാണ് എനിക്ക് പാട്ട് തന്നെ മതി എന്നുള്ളത്. പിന്നെ മദ്രാസിൽ പോയിട്ട് സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു. പിന്നെ ജയരാജ് സാറിന്റെ സംവിധാനത്തിൽ പകർനാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തു. ആ സമയത്തൊക്കെ ഒരു 10 വർഷത്തോളം പരസ്യങ്ങൾക്കൊക്കെ സംഗീതം കൊടുത്തു. പക്ഷെ കാത്തിരുന്നു, നല്ല ക്ഷമയോടെ കാത്തിരുന്നു, എനിക്കൊരു സമയം വരുമെന്ന്. അങ്ങനെ ഒരു പാട്ടായിരുന്നു നമുക്ക് തീവണ്ടിയിലെ ജീവാംശമായി എന്ന് പറയുന്ന ഒരു പാട്ടല്ലേ. അപ്പൊ ഈ പരസ്യങ്ങൾക്ക് സംഗീതം കൊടുത്തതും പിന്നെ സിനിമയിലേക്ക് വന്നപ്പോഴത്തേനും അതെന്തെങ്കിലും സഹായകമായോ കൈലാസിന്? തീർച്ചയായിട്ടും ഒരുപാട്. കാരണം അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സിനിമ പരസ്യങ്ങൾക്ക് എപ്പോഴും മ്യൂസിക് കൊടുക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ഓരോ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പരസ്യങ്ങൾക്കാണ് നമ്മൾ മ്യൂസിക് കൊടുക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ക്ലയൻസിനെ നമ്മൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. അതായത് ആഡ് ഫിലിം മേക്കേഴ്സിനെയും ഏജൻസിനെയും ക്ലയൻസിനെ, അതായത് ഒരു ബ്രാൻഡ് ഓൺ ചെയ്യുന്ന കമ്പനിയും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ, അപ്പൊ നമുക്ക് ഒരുപാട് പേര് സാറ്റിസ്ഫൈ ചെയ്താലാണ് ഒരു പരസ്യത്തിന് ട്യൂൺ അപ്രൂവ് ആവും. അപ്പം നമ്മൾ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേണിംഗ് സ്റ്റേജ് പോലെയായിരുന്നു. അത് ജസ്റ്റ് മ്യൂസിക് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു മാനേജ്മെന്റ് എന്നൊരു സംഭവമുണ്ട്. ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യാം, എങ്ങനെ അവരിൽ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാം എന്നൊക്കെ ഉള്ളതിന്റെ ഒരു കൈൻഡ് ഓഫ് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പരസ്യങ്ങൾ. അപ്പൊ ആ അത്രയും കാലത്തെ പരസ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതെനിക്ക്, ഞാൻ പിന്നെ പരസ്യങ്ങൾ ചെയ്യുമ്പോൾ പോലും അത് നമ്മളാണ് ചെയ്തതെന്ന് പുറം ലോകം അറിയില്ലെങ്കിൽ പോലും ഞാൻ അതിലൊരു സന്തോഷം കണ്ടെത്തിയിരുന്നു. ഓരോ പരസ്യത്തിന്റെ മ്യൂസിക്കും ഇറങ്ങിയത് തിയേറ്ററിലും ടി വിയിലും ഒക്കെ ആൾക്കാർ കാണുമ്പോഴും നമ്മളാണെന്ന് അറിയില്ലെങ്കിൽ പോലും ചിലർക്ക് പരസ്യങ്ങൾ ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ, ഞാൻ RMKV സിൽക്സിന് വേണ്ടി തമിഴ്നാട്ടിൽ ചെയ്തൊരു ആഡിന്റെ മ്യൂസിക് അവർ എത്രയോ വർഷങ്ങൾ അവരിങ്ങനെ സത്യം തിയേറ്ററിൽ കാണിക്കുമായിരുന്നു, തിയേറ്റേഴ്സിലൊക്കെ കാണിക്കുമായിരുന്നു. അപ്പം നമ്മൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ആ മ്യൂസിക് വരുമ്പം അടുത്തിരിക്കുന്ന ഒരു മൂളി കൂടെ പാടുന്നൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊരു മ്യൂസിക് ഡയറക്ടർ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ അവരുടെ മ്യൂസിക് ആൾക്കാർ പാടുക എന്നുള്ളത്. അപ്പൊ ഞാൻ അതിൽ കൂടെ ഒരുപാട് സന്തോഷം കണ്ടെത്തിയിരുന്നു ആഡ്സ് ചെയ്യുമ്പോൾ പോലും. അപ്പം പിന്നെ അതിന് വെയിറ്റ് ചെയ്യുമായിരുന്നു, ഒരു ഫിലിമിന് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അത് കിട്ടുന്നവരെ ആഡ്സിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഓരോ പാട്ടിന്റെ പിറവിക്ക് പിന്നിലും ഒരു സംഭവം, ഒരു കഥകളൊക്കെ ഉണ്ടാവില്ല. അപ്പം ഈ ജീവാംശമായി എന്ന് പറഞ്ഞ ആ പാട്ടിനെ കുറിച്ച് ഒന്ന് പറയൂ. ജീവാംശമായി എന്നുള്ള പാട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന്റെ ഡയറക്ടർ ഫെൽനി ആയിട്ട് 2013 ഒരു ആഡിന് ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തു. അന്ന് ഞങ്ങൾ നല്ല ഒരു റാപ്പും ഉണ്ടായി. അതിനുശേഷം 5 വർഷം കഴിഞ്ഞ് ഫെൽനി പെട്ടെന്ന് ഒരു ദിവസം വിളിച്ച് പറയാടാ ഞാനൊരു സിനിമ ചെയ്യാണ്, നീ വേണം മ്യൂസിക് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷം, ഞാനും നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ സിനിമയിലോട്ട് എത്തുന്നതും. ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഒരു റൂറൽ സബ്ജക്റ്റ് ആണ് തീവണ്ടി. നമ്മൾ ഉദ്ദേശിച്ചു ആദ്യം അങ്ങനെ ഒരു പാട്ടിന്റെ സിറ്റുവേഷനിൽ ടോട്ടലി കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു അർബൻ മ്യൂസിക് നമുക്ക് ചെയ്യാം എന്ന് എഴുതിയിട്ട് അങ്ങനെയാണ് ആദ്യം ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ അത് ഫെൽനിക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാ ക്രൂവിനും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്റെ പ്രൊഡ്യൂസർ ഷാജി നരേഷൻ, ഷാജിയേട്ടന് മാത്രം അത് ഇഷ്ടമായില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഫെൽനി പറഞ്ഞു എനിക്കിത് ഇഷ്ടമായി, എനിക്ക് ഓക്കെയാണ്, ആ മ്യൂസിക് ഓക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഉള്ളിൽ ഒരു എന്റെ മൈൻഡിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്ക് ഈ എന്റെ ആദ്യമായിട്ട് ഇത്രയും കാലത്തിന് ശേഷം ആദ്യമായി ഒരു പാട്ട് ചെയ്യുമ്പോൾ ഈ പാട്ട് തന്നെയാണോ ആദ്യമായിട്ട് വരേണ്ടത്, അതോ ഇതിലും നല്ലതൊരെണ്ണം വരാനുണ്ടോ എന്നൊക്കെ ഒരു തോന്നൽ ഇങ്ങനെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് കിടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്. അപ്പൊ ഉടനെ എനിക്കൊരു കൺഫർമേഷൻ ആയി, ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രൈ നോക്കണം എന്ന് കരുതിയിട്ടാണ് ഞാൻ രണ്ടാമത് ചെയ്തൊരു ട്യൂണാണ് ജീവാംശമായി എന്നുള്ള പാട്ട്. അതും ഞാൻ പണ്ടൊരു ആഡിന് വേണ്ടി ചെയ്തൊരു മ്യൂസിക്. ചില ആഡ്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ നല്ലൊരു ട്യൂണൊക്കെ കിട്ടും. അപ്പൊ അതൊരു ആഡിന് വേണ്ടി ചെയ്ത് കൊടുക്കുമെങ്കിൽ പോലും നമ്മൾ മനസ്സിൽ കരുതരുത് എന്തെങ്കിലും ഭാവിയിൽ ഒരു പാട്ടാക്കാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ ആക്കണം എന്നൊക്കെ കരുതും. അപ്പൊ പെട്ടെന്ന് ഈ പാട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് ഞാൻ ലുലുവിന് വേണ്ടി ചെയ്ത പണ്ടത്തെ ഒരു ആഡ് ഓർമ്മ വന്നു. അപ്പൊ അതിന്റെ ഒരു ഹുക്ക് ലൈൻ എടുത്തിട്ട് അത് ഞാൻ റീവർക്ക് ചെയ്തിട്ടാണ് ജീവാംശം എന്നുള്ള പാട്ടുണ്ടാവുന്നത്. അപ്പോഴും ഫെൽനി കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഏത് പാട്ട്, ആദ്യം ചെയ്ത പാട്ട് വേണോ രണ്ടാമത്തെ പാട്ട് വേണോ, കാരണം പുള്ളിക്ക് രണ്ടും ഓക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാമത്തെ പാട്ട് ചൂസ് ചെയ്യാം, കാര്യം എല്ലാവർക്കും കൂടുതൽ കണക്ട് കിട്ടാൻ പോകുന്ന സോങ് ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട്
ചെയ്യുന്നത്. ജീവാംശമായും കേട്ടിരിക്കാനായിട്ട് നല്ല നല്ല ഒരു ഒഴുകി ഒഴുകി പോകുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതിന്റെ രണ്ടുപേരെയും കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല കേട്ടോ. തീർച്ചയായിട്ടും. മിന്നും കിനാവിൻ തിരിയായൻ മിഴിയിൽ ദിനം കാത്തുവയ്ക്കാമണയാതെ നിന്നെ ഞാൻ ഇടനെഞ്ചിനുള്ളിലെ ചുടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വച്ചിടാം വിലോലമായി. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ, നിറമേഴിൻ ചിരിയോടെ ഒളിമായാ മഴവില്ല ഇനി എൻ വാനിൽ. ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ വലിയ ബഹളമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ കാതോർത്തിരിക്കാൻ തോന്നുന്ന പാട്ടാണ്. അതെ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ ഞങ്ങൾക്കൊക്കെ സംഗീതം എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് മലയാള സിനിമ സംഗീതം തന്നെയാണ്. അപ്പൊ നിങ്ങളൊക്കെ ഈ ഒരു രംഗത്തേക്ക് വന്നപ്പോ, കൈലാസ് വന്നപ്പോ ഒരുപാട് മഹാരഥന്മാരുടെ പാട്ടുകൾ ഇങ്ങനെ അവര് പാട്ടിന്റെ പാലാഴി തീർത്ത ഒരു സ്ഥലത്തേക്കാണ് വന്നത്. അത് എന്തെങ്കിലും ഒരു പ്രഷർ തന്നിട്ടുണ്ടായിരുന്നോ മനസ്സില്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പാട്ടുകൾ കേട്ടിട്ടാണ് ഞാനൊക്കെ വളർന്നത്. അതായത് ഇപ്പം എൻ്റെ ഒരു ഗ്രോത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കമ്പോസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, ഔസേപ്പച്ചൻ സർ, ശരത് സർ, വിദ്യാസാഗർ സർ, ഇവരൊക്കെയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കമ്പോസേഴ്സ്. ഇവരല്ലാതെ പിന്നെ എ.ആർ. റഹ്മാൻ, ഇളയരാജ, അങ്ങനത്തെ തമിഴിലുള്ള കുറച്ച് കമ്പോസേഴ്സ്. അപ്പം അവരുടെ സോങ്സ് പണ്ട് 90s കേൾക്കുന്ന കാലം മുതലേ അതിന്റെ മെലഡി ഒരുപാട് അട്രാക്ട് ചെയ്യാറുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ ആൾക്കാരുടേതായ സ്റ്റൈലുണ്ട്. ഇപ്പൊ രവീന്ദ്ര മാസ്റ്റർ ആണെങ്കിൽ ഒരുപാട് കർണാട്ടിക് രാഗ ബേസ്ഡ് ആയിട്ടുള്ള സോങ്സും, ഔസേപ്പച്ചൻ സാർ ആണെങ്കിൽ ഒരുപാട് ഫീൽ ഓറിയന്റഡ് ആയിട്ടുള്ള സോങ്സ്, ജോൺസൺ മാസ്റ്റർ ആണെങ്കിൽ കുറച്ച് ഫോക്ക് ടച്ച് ഉള്ള ഭയങ്കര ഗ്രാമീണതയുള്ള പാട്ടുകൾ, വിദ്യാസാഗർ സാർ ആണെങ്കിൽ മെലഡിയുടെ അങ്ങേയറ്റം. അപ്പം ഇതെല്ലാം കേട്ട് അതിലൊക്കെ നമ്മൾ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ നമ്മളിലൂടെ പുറത്തു വരുന്ന മ്യൂസിക് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ കേട്ട് മറന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സിൽ നിന്നാണ് നമ്മുടെ മ്യൂസിക് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം അവരൊക്കെ വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പിന്നെ അവരുടെയൊക്കെ ഒരു ടാലന്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അല്ല എന്നുള്ളൊരു തിരിച്ചറിവും നമുക്കുണ്ട്. പക്ഷെ അങ്ങനെ കരുതി കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവര് ആ കാലത്തിൽ ദേവരാജൻ മാസ്റ്ററിനെയും വെച്ച് കമ്പയർ, അല്ലെങ്കിൽ എം എസ് വിശ്വനാഥനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാനൊന്നും അല്ല എന്ന് അവര് കരുതിയിരുന്നെങ്കിൽ അവരിൽ നിന്ന് ഇത്ര നല്ല മ്യൂസിക് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഓരോന്നും കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിപ്പോ അടുത്ത മ്യൂസിക് ചെയ്യുന്നത് സിബി മലയിൽ സാറിന്റെ ഒരു മൂവിക്കാണ്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രവീന്ദ്ര മാസ്റ്ററിന്റെ കൂടെയും വിദ്യാസാഗർ സാറിന്റെ കൂടെയും ഔസേപ്പച്ചൻ സാറിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള സിബി മലയിൽ സാർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുക, ദൈവം അതിനുള്ളതൊക്കെ നമ്മൾ ഡിസേർവ് ചെയ്യുന്നുണ്ടോ, അത്രയ്ക്കും അവർക്കൊക്കെ വേണ്ടി വർക്ക് ചെയ്യാൻ മാത്രം നമ്മൾ ഉണ്ടോ എന്ന് ഒരു സൈഡിൽ നമ്മൾ ആലോചിക്കുമ്പോൾ മറ്റു സൈഡിൽ നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ കാലഘട്ടത്തിന്റെ ഒരു മാറ്റം ആണ്. നമ്മളിൽ നിന്ന് വരുന്ന മ്യൂസിക്കിന് നമ്മുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അപ്പൊ ഒരിക്കലും അവര് ഭയങ്കര കമ്പോസേഴ്സ് ആയിരുന്നു എന്നും പറഞ്ഞിട്ട് അത് പേടിച്ചിട്ട് നമ്മൾ നമ്മുടെ പാട്ടോ മ്യൂസിക്കോ ചെയ്യാതിരിക്കുന്നതിൽ യാതൊരു കാര്യമില്ല. നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യും. നാളെ ഒരു തലമുറ വന്നിട്ട് ചിലപ്പം തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ കാലഘട്ടത്തിലുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഗോപി സുന്ദർ ആണെങ്കിലും ദീപക് ആണെങ്കിലും രാഹുൽ രാജ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ലെവലായിരുന്നു എന്ന് പറയുന്ന ഒരു കാലഘട്ടവും വരുമായിരിക്കും. അപ്പൊ അത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യം മനസ്സിൽ വന്നത്, മലയാളിയുടെ സംഗീത ആസ്വാദന രീതിയൊക്കെ മാറി വരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതോ ഇപ്പോഴും മെലഡീസിലേക്ക് തന്നെയാണോ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നും അത് മാറിക്കൊണ്ടിരിക്കും. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ പണ്ടത്തെ അല്ലിയാമ്പൽ എന്നുള്ള പാട്ട് പോലെ അല്ലല്ലോ അത് കഴിഞ്ഞൊരു കാലത്ത് വന്നിട്ടുള്ള പാട്ടുകൾ. അത് കഴിഞ്ഞിട്ടുള്ള വിദ്യാസാഗർ സാറിന്റെയും അല്ലെങ്കിൽ ശരത് സാറിന്റെയും കാലഘട്ടം വന്നപ്പോൾ അത് മാറി. അതിനുശേഷം ദീപക് ദേവ്, ഗോപി സുന്ദർ അല്ലെങ്കിൽ അങ്ങനെ കമ്പോസേഴ്സ് വന്നപ്പോൾ അത് മാറി. അപ്പൊ അതിങ്ങനെ കീപ്പ് ഓൺ ചേഞ്ചിങ് ആണ്. അപ്പം ഒരു കാര്യം മാത്രമുള്ള വെച്ചാൽ നല്ല മ്യൂസിക് ആണെങ്കിൽ അത് ഏത് കാലഘട്ടത്തിലും ആൾക്കാർ ഏറ്റെടുക്കും. അല്ലാതെ അഭിരുചി മാറണമല്ലോ. കാരണം ബാക്കി എല്ലാം മാറുമ്പം നമ്മുടെ മ്യൂസിക് ടേസ്റ്റും പഴയ പോലെ തന്നെ ഇരിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാ രീതിയിലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലൊരിക്കലും നമുക്ക് എനിക്ക് 2 ദിവസം മുമ്പ് ഞാനൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തപ്പം ഒരു അങ്കിൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അതായത് നിങ്ങളുടെ പാട്ട് ഓക്കെയാണ്, കുഴപ്പമില്ല, പക്ഷെ പണ്ടത്തെ ആ പാട്ടുകളുടെ അത്രയൊന്നും ഇല്ല. അതായത് നിങ്ങളുടെ ഈ ജീവാംശമൊക്കെ എത്ര നാൾ നിൽക്കുന്ന ആർക്കറിയാം എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ഞാനപ്പം അതിനപ്പം തന്നെ ഉരുളക്ക് പേര് പോലെ തന്നെ മറുപടി പറഞ്ഞു. അതായത് ആ കാലഘട്ടത്തിലെ പാട്ടുകൾ കേട്ട് വളർന്ന അങ്കിളിനെ പോലുള്ള ആൾക്കാർക്ക് എന്നും അതൊരു നൊസ്റ്റാൾജി ആയിരിക്കും. അപ്പൊ അവർക്ക് എന്നും നമ്മുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ പോലും അവർക്ക് അവരുടെ കാലഘട്ടത്തിലെ മെമ്മറീസുമായിട്ടായിരിക്കും അവർക്ക് ആ പാട്ടുകൾ റിലേറ്റ് ചെയ്യാൻ പറ്റുക.
ഇന്നത്തെ ഒരു യങ്സ്റ്ററിന് ഒരു 20 വർഷം കഴിയുമ്പം ജീവാംശമായോ അല്ലെങ്കിൽ ഇന്ന് കേൾക്കുന്ന പാട്ടുകളോ അവരുടെ നൊസ്റ്റാൾജി ആയിരിക്കും. അപ്പൊ അവരും ചിലപ്പോൾ ഇതുപോലെ പറഞ്ഞു വരും, ഓ അന്നത്തെ ആ പാട്ടൊക്കെ ആയിരുന്നു ഒരു പാട്ട് എന്നൊക്കെ എന്താന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ കരുതുന്നതിൽ യാതൊരു കാര്യമില്ല. ഒരു കാലഘട്ടത്തില് ഏറ്റവും വർക്കാവുന്ന മ്യൂസിക്കും മൂവി ആർട്ട് അതെന്താണോ അത് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ മാത്രമേ ഈ നമുക്ക് പറയാൻ പറ്റൂ. ഒരുപാട് റിയാലിറ്റി ഷോസിലൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ഒരുപാട് പഴയ പാട്ടുകൾ എടുത്ത് പാടുന്നുണ്ടല്ലോ. അപ്പൊ അതെ അതെ അതെന്തായിരിക്കും? അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിൽ കൂടെ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? തീർച്ചയായിട്ടും ഉണ്ട്. വേറൊന്നുമല്ല, അവരുടെ അച്ഛനമ്മമാർക്ക് ഇഷ്ടമുള്ള പാട്ട് അവരെ കൊണ്ട് പാടിപ്പിക്കുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. പിള്ളേരൊക്കെ അതും ഇങ്ങനെ എടുത്ത് പറയുമല്ലോ, ഇന്ന് കണ്ടില്ല ഇന്നത്തെ പിള്ളേർ പോലും പാടുന്നത് പഴയ പാട്ടാണ്, അല്ലെങ്കിൽ 1000 പാദസരങ്ങളാണ് എന്നൊക്കെ പറയുമ്പോൾ അതാ എന്നിട്ട് ആ പാട്ടിന്റെ ഇത് കണ്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ പാട്ട് ഒബ്വിയസ്ലി ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. പക്ഷെ അത് ആ പിള്ളേർക്ക് അറിയുന്നോണ്ടല്ല, പിള്ളേരെ കൊണ്ട് അത് പാടിപ്പിക്കുന്നതാണ്. അവർക്ക് അവരുടെ അച്ഛനമ്മമാർ കേട്ട് വളർന്ന് ഇഷ്ടപ്പെട്ട പാട്ടായതുകൊണ്ട് അവർ നിർബന്ധപൂർവ്വം അത് പാടിക്കുന്നേ ഉള്ളൂ. അല്ലാതെ പിള്ളേരുടെ അടുത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇനിയിപ്പോ കൈലാസിന്റെ ഒക്കെ പാട്ട് രുദ്രനൊക്കെ വരുമ്പോഴത്തേനും നിങ്ങളുടെ ഒക്കെ പാട്ട് ചൂസ് ചെയ്ത് പാടും. പക്ഷെ ഈ ഉത്തരം ഈ ചോദ്യം ഞാൻ വളരെ അധികം എനിക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു. ആസ് എ മ്യൂസിക് ഡയറക്ടർ അത് പറഞ്ഞതിൽ അല്ല, ഒരുപാട് ശരിക്കും പറഞ്ഞാൽ എല്ലാ പാട്ടുകളും എടുക്കണം. ആ പാട്ടുകളും പാടുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ കാലത്തെ പാട്ടുകളും പാടുന്നത് സന്തോഷമാണ്. പക്ഷെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പം ബിന്ദു പറഞ്ഞ പോലെ തന്നെ ഞാനും നോട്ട് ചെയ്തിട്ടുണ്ട്, ഈ പിള്ളേരൊക്കെ പാടുന്നത് പഴയ പാട്ടുകളാണല്ലോ എന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നു വേറൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ പാരന്റ്സിനും അത് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്കും ആ പാട്ടിനോടുള്ള ഇഷ്ടം, പിന്നെ അവിടെ മോസ്റ്റ്ലി ജഡ്ജസ് ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ ഏജും വെച്ച് നോക്കുമ്പോൾ അവരെയും ഇംപ്രസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ പാട്ടുകളായിരിക്കും. പിന്നെ പൊതുവെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടഫർ സോങ്സ് ആയിരുന്നു പണ്ടത്തത്. ഇപ്പൊ കുറച്ചുകൂടെ ഈസിയർ സോങ്സ് ആണ്, കുറച്ചുകൂടെ പെട്ടെന്ന് ലളിതമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന കൈൻഡ് ഓഫ് വരികളും ട്യൂണും ഒക്കെയാണ്. അപ്പൊ ഒരു സിംഗറിന് അവരുടെ കഴിവ് ഏറ്റവും കൂടുതൽ പുറത്ത് കാണിക്കാൻ പറ്റുന്നത് ടഫ് ആയിട്ടുള്ള പാട്ടുകൾ പാടുമ്പോഴാണ്. അപ്പോഴാണ് ആൾക്കാർ ഞെട്ടിപ്പോവുക, അമ്മ ഈ സിംഗർ കൊള്ളാലോ എന്ന് പറഞ്ഞ് ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുക. അപ്പൊ പൊതുവെ അപ്പൊ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി പലരും ഈ പറഞ്ഞ പോലെ പ്രമദവനവും അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ടഫ് ആയിട്ടുള്ള പാട്ടുകൾ റിയാലിറ്റി ഷോസിൽ ഒരുപാട് പാടാറുണ്ട്. കൈലാസിന്റെ സോഷ്യൽ മീഡിയ പേജസ് ഒക്കെ നോക്കുമ്പോൾ അറിയാം, എല്ലാവരെയും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പാട്ടിന്റെ ചലഞ്ച് വെക്കാറുണ്ട്, കവർ സോങ്സ്. കൈലാസിന്റെ പാട്ട് ഇൻസ്ട്രുമെന്റൽ വേർഷൻ ആണെന്നുണ്ടെങ്കിലും അത് പാട്ടായിട്ട് തന്നെയാണെങ്കിലും ചെയ്യുന്നവരുടെയൊക്കെ അത് പോസ്റ്റ് ചെയ്യുകയും അങ്ങനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈവൻ അത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഹിമമഴയുടെ ഒരു ചെറിയ ഒരു പോർഷൻ, ഒരു ഇൻസ്ട്രുമെന്റൽ വേർഷൻ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ ഒരു വീഡിയോ ചെയ്തു. അത് കൈലാസ് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത്രയും ബ്യൂട്ടിഫുൾ സോളുള്ള ഒരാളാണല്ലോ കൈലാസ് എന്നുള്ളത്. ഇത്രയും പുതിയ ആളുകളെ കൊണ്ടൊക്കെ ശ്രേയനെയൊക്കെ പാടിച്ചു. എന്നിരുന്നാലും എന്റെ പാട്ട് ഇന്നൊരു ഗായകൻ അല്ലെങ്കിൽ ഇന്നൊരു ഗായിക പാടി കേൾക്കണമെന്ന തീവ്രമായ ആഗ്രഹം മനസ്സിലുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആരൊക്കെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരും നമ്മുടെ പാട്ടെടുത്തിട്ട് പാടുമ്പോഴോ അത് വെച്ചൊരു ഡാൻസ് വീഡിയോ ഉണ്ടാക്കുമ്പോഴോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഒരുപാട് സന്തോഷമാണ്. കാരണം അവർക്ക് ആ പാട്ട് അത്രയും ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവരത് ഏറ്റെടുത്ത് പാടുക എന്നാണ് എന്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ നമ്മളിത് കണ്ടിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് വേണമെങ്കിൽ പോവാം, കണ്ടങ്ങ് പോവാം. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ പാടുന്നു, അല്ലെങ്കിൽ എത്രയോ പേര് പാടുന്നു. അപ്പൊ അങ്ങ് വിട്ടുപോവാം. പക്ഷെ ആ വിട്ടുപോകുന്നതിന് പകരം നമുക്ക് ഒരു സെക്കൻഡ് സമയം നമ്മളത് കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട്, അവർ നന്നായി പാടിയിട്ടുണ്ടെങ്കിൽ നന്നായി പാടിയെന്ന് പറയാനോ അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്യാനോ നമ്മൾ ഒരു സെക്കൻഡ് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്ത ആൾക്ക് കിട്ടുന്ന ഒരു എൻകറേജ്മെന്റോ മോട്ടിവേഷനോ അല്ലെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മുകളിലായിരിക്കും. കാരണം ആ പാട്ട് കമ്പോസ് ചെയ്ത ക്രിയേറ്ററിന്റെ അടുത്തുനിന്ന് ഒരു കമന്റ് കിട്ടുക എന്നൊക്കെ പറയുമ്പം അത് ചെയ്ത ആൾക്കത് അവരുടെ അന്നത്തെ ദിവസം അല്ലെങ്കിൽ ചിലപ്പം അവരുടെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ചിലപ്പം. കാരണം ഒരു മ്യൂസിക് പാഷനായിട്ട് മാത്രം എടുത്തൊരു പ്രൊഫഷൻ ആക്കണോ എന്നൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കുന്ന ഒരാൾക്ക് ചിലപ്പം ഒരു കമന്റ് ചിലപ്പോൾ അവർക്ക് ആ മ്യൂസിക്കിനെ കുറെ കൂടെ സീരിയസ് ആയി കാണാനും ഒക്കെ ഉള്ള ഒരു റീസൺ ആയിട്ട് ചിലപ്പം മാറും. അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് സമയം ഈ പറഞ്ഞ പോലെ സ്പെൻഡ് ചെയ്യുന്നു. അതായത് ആൾക്കാരെ അപ്രിഷിയേറ്റ് ചെയ്യാനാണെങ്കിലും അതെ. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ എല്ലാവരും അത്ര എളുപ്പമല്ല ഈ ഫീൽഡിൽ എന്തെങ്കിലും കാര്യം മാറാനൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാവരും സ്ട്രഗ്ലിംഗ് ആണ്. അപ്പൊ ഞാനും ഒരുപാട് വർഷം ഈ പറഞ്ഞ പോലെ നമ്മുടെ മ്യൂസിക് ആയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ജേർണി നടന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കൊരു മോട്ടിവേഷൻ എവിടെന്നെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ, കിട്ടുമ്പോൾ തന്നെ നമുക്കത് മുന്നോട്ടുള്ള യാത്രയിൽ കുറെ കൂടെ ഒരു ഊർജ്ജം തരുന്ന സംഭവമാണ്. അപ്പൊ അതിനുവേണ്ടി ചെറിയ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് എന്താ പറയാ അപ്രിഷിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ പാട്ട് എനിക്ക് താല്പര്യമുള്ള ഒരുപാട് സിംഗേഴ്സിനെ കൊണ്ട് പാടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ചിലതൊക്കെ ഇപ്പം സാധിച്ചു. ഇപ്പം കൊത്ത് എന്ന് പറഞ്ഞ മൂവിയിലെ ചിത്ര ചേച്ചി ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അതെ. അപ്പം ശ്രേയ ഘോഷൽ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സിംഗർ ആയിരുന്നു, കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അത് നടന്നു.
SPB സാറിനെ കൊണ്ട് ഞാൻ പണ്ടൊരു ആഡിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അപ്പം ഇനിയും ഉണ്ട് ഒരുപാട് ആസ്പയറിംഗ് മ്യൂസീഷ്യൻസും സിംഗേഴ്സും ഒരുമിച്ച് വർക്ക് ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ പോലെ പാട്ട് എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷൻ ചേരുന്ന ഒരു സംഭവമായിരിക്കണമല്ലോ. നമ്മുടെ ആഗ്രഹം തീർക്കാൻ വേണ്ടി ഒരു സിംഗറിനെ കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ചേരുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെ കൊണ്ട് അവരുടെ കൂടെ വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പൊ ഒരു പാട്ട് ചെയ്യുമ്പോൾ തന്നെ ഇന്ന ആളായിരിക്കണം ഈ പാട്ട് പാടുന്നത് എന്നുള്ള ആ ഒരു ചിന്തയും കൂടെ മനസ്സിൽ വരും അല്ലേ? അതെ, മോസ്റ്റ്ലി എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ടെക്സ്ചർ, എന്ത് ടെക്സ്ചർ പോകണം, ഏത് സിംഗർ വേണം എന്നുള്ള ഐഡിയാസ് പലപ്പോഴും വരും. പലപ്പോഴും വളരെ ക്ലിയർ ആയിട്ട് വരും. ചില സമയത്ത് ക്ലിയർ ആവില്ല. ചില സമയം നമ്മൾ ട്രൈ നോക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ വർക്ക് ആവോ ഇല്ലയെന്ന്. ചിലപ്പോൾ വർക്ക് ആവാതെ പോകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഹിമമഴ എന്നുള്ള പാട്ട് ഞാൻ കമ്പോസ് ചെയ്തപ്പം എന്റെ മനസ്സിൽ ആ പാട്ട് പാടാൻ ഉദ്ദേശിച്ചിരുന്നത് ഷാബാസ് അമനും ശ്രേയ ഘോഷലുമായിരുന്നു. അപ്പം എനിക്ക് ആ പാട്ട് ഷാബാസ് അമന്റെ വോയിസിലാണ് എന്റെ മൈൻഡിൽ ആ പാട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയം മുതലേ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനത് ഡിസ്കസ് ചെയ്തു, പ്രൊഡ്യൂസർ സാൻഡ്ര തോമസ് ആയിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ സാൻഡ്ര എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തു നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു ടോവിയുടെ ക്യാരക്ടറിന്റെ വോയിസിന് കുറെ കൂടെ സൂട്ട് ചെയ്യുന്നത് ചിലപ്പം ഒരു ഹരിശങ്കറിന്റെ ഒക്കെ പോലത്തെ ഒരു കൈൻഡ് ഓഫ് ടെക്സ്ചർ ആയിരിക്കും തോന്നിയപ്പോൾ എനിക്കത് ശരിയാണെന്ന് തോന്നി. അങ്ങനെയാണ് ആ പാട്ടിലോട്ട് ഹരിശങ്കർ എത്തുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ ഇങ്ങനെ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ മാറാം. അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ നമുക്ക് ഇതല്ല ഇതിന് വേണ്ടതെന്ന് തോന്നിയിട്ട് നമ്മൾ മാറ്റി പാടിക്കും. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് ശരിക്കും എപ്പോഴും സംഭവിക്കുന്ന. ഹിമമഴയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഹിമമഴയുടെ രണ്ടുപേരും കൂടെ തീർച്ചയായിട്ടും. നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാനലഞ്ഞിടുമേ, എൻ വെയിലിനും മുകിലിനും മലിയുവാൻ നിൻ മനമിതാ വെണ്ണിലാവാനമായി ഒരേ വഴിയിലിരാവോളം ഒഴുകി നാം കെടാതെരിയണേ നമ്മളിൽ. താങ്ക് യു. അപ്പൊ കൈലാസ് ഇത്രയും സമയം കൈലാസിന്റെ പാട്ട് വിശേഷങ്ങൾ ഞങ്ങളുടെ അടുത്ത് പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി. കൈലാസിന്റെ പാട്ടുകളൊക്കെയും തന്നെ സിനിമയുടെ പിൻബലമില്ലാതെ തന്നെ സിനിമയിൽ നിന്നൊക്കെ അടർന്നു മാറി ഞങ്ങളുടെ സിനിമാ പ്രേമികളുടെ, സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചവയാണ്. അപ്പോൾ എപ്പോഴും എനിക്കറിയാം തലമുറ വ്യത്യാസമില്ലാതെ, ജരാനരകൾ ബാധിക്കാതെ തലമുറകളോളം ഇങ്ങനെ പാടി നടക്കുന്ന പാട്ടുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ലോട്ട് ബിന്ദു. താങ്ക് യു വെരി മച്ച്. ഒരുപാട് സന്തോഷം.